കണ്ടോ, ഇതിൽ ഡിജിറ്റലിൽ 2 മണിയും ഇതിന്റെ അനലോഗിൽ 12:20 കാണിക്കുന്നത്. കുറച്ച് പേരെ എന്നോട് പറയുന്നു അവരുടെ കാസിയോയുടെ ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ വാച്ചുകളിൽ സമയം ശരിയാക്കുന്ന സമയത്ത് ഡിജിറ്റലിൽ സമയം കറക്റ്റ് ആവും, പക്ഷേ അനലോഗ് വേറെ സമയമാണ് കാണിക്കുന്നതെന്ന്. അതെങ്ങനെ ശരിയാക്കാന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാസിയോ വാച്ചുകളിലെ അനലോഗ് സൂചികളുടെ അലൈൻമെന്റ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കുന്നത്. ഇതിനെ ഹാൻഡ് ഹോം പൊസിഷൻ കറക്ഷൻ എന്നാണ് പറയുന്നത്. എന്റെ കയ്യിലുള്ള കാസിയോ AQ-S810W വാച്ചിൽ ഞാനത് കാണിച്ചു തരാം. മിക്കവാറും കാസിയോ വാച്ചുകളിൽ ഇതേ രീതി തന്നെ ആയിരിക്കും. കണ്ടോ, ഇതിൽ ഡിജിറ്റലിൽ 2 മണിയും ഇതിന്റെ അനലോഗിൽ 12:20 കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 5 സെക്കൻഡിനടുത്ത് പ്രസ് ചെയ്ത് പിടിക്കണം. കണ്ടോ, അപ്പോൾ ഇവിടെ H സെറ്റ് എന്ന് കാണിക്കും. H സെറ്റ് എന്ന് കാണിക്കും മാത്രമല്ല, നമ്മുടെ ഈ 2 സൂചിയും റീസെറ്റായി 12 വന്ന് നിൽക്കണം. ഇവിടെ 12 വന്ന് നിൽക്കണം കേട്ടോ. 12 വന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാണെന്നാണ് അർത്ഥം. കണ്ടോ, ഇപ്പോൾ നിൽക്കണമെന്ന് നോക്കിയേ, ഇപ്പോൾ അലൈൻമെൻറ്റ് തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും രണ്ടും 12 വരേണ്ടത്. 12 ഈ സ്വിച്ച് ഞെക്കിക്കൊണ്ട് നമുക്കിത് പിന്നിലേക്ക് കൊണ്ടുപോകാം. ഈ സ്വിച്ച് ഞെക്കിക്കൊണ്ട് ഇതിനെ മുന്നിലേക്കും കൊണ്ടുപോകാം. നമ്മളിപ്പോൾ ഇത് ഞെക്കി പിടിക്കുകയാണ്. കഴിഞ്ഞു പോയി. നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം. 12ലേക്ക് 2 സൂചിയും കറക്റ്റാക്കി വെക്കണം. എന്താ ഓക്കെ, ഇപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് സെറ്റായി. ഇവിടെ അടിയിൽ 00 കാണിക്കുന്നുണ്ട്. നമ്മുടെ 2 സൂചികളും കറക്റ്റ് 12 നിൽക്കുന്നത്. ഇനി ഒന്നും കൂടി അഡ്ജസ്റ്റ് പ്രസ് ചെയ്യാം. സമയം നോക്കിയേ, 2:05 കറക്റ്റായില്ലേ? ഇങ്ങനെയാണ് ഹാൻഡ് ഹോം പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. മിക്കവരുടെയും വാച്ചിൽ ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ അനലോഗിൽ വേറെ സമയവും ഡിജിറ്റലിൽ വേറെ സമയം കാണിക്കുന്നത്. ഇത് ചെയ്ത് നോക്കിയാൽ ശരിയാവും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.